ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ഒരു വിസിൽ ബ്ലോവർ എന്ന നിലയിലാണ്. ഡോക്ടർ അരുൺ ഈ ചർച്ച തുടങ്ങിയപ്പോൾ പറഞ്ഞ ആ വാചകം ഞാൻ ആവർത്തിക്കുകയാണ്. ഒരു വിസിൽ ബ്ലോവർ എന്ന നിലയിൽ ഒരു ഡിപ്പാർട്ട്മെന്റിലെ, ഒരു വകുപ്പിലെ, യൂറോളജി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വകുപ്പിലെ ഉപകരണങ്ങളുടെ അഭാവം എങ്ങനെയാണ് അവിടെ ചികിത്സയെ ബാധിക്കുന്നത്? അവിടെ ശസ്ത്രക്രിയ വൈകിയതിനെക്കുറിച്ച് അല്ലെങ്കിൽ ശസ്ത്രക്രിയ നടത്താൻ കഴിയാതെ പോകുന്നതിനെക്കുറിച്ച് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തെ തള്ളുകയും പിന്നീട് പൊതുജന വികാരം തനിക്കെതിരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഡോക്ടർ ഹാരിസിനെ ചേർത്ത് പിടിക്കുകയും ചെയ്ത ഒരു ആരോഗ്യമന്ത്രിയെ നമ്മൾ ആ വിവാദമുണ്ടായ ആദ്യ ദിവസങ്ങളിൽ തന്നെ കണ്ടതാണ്. സർക്കാർ ഈ ഡോക്ടർക്കൊപ്പമായിരിക്കും, അല്ലെങ്കിൽ അപാകതകൾ ചൂണ്ടിക്കാണിച്ചാൽ അത് തിരുത്തുന്ന ഒരു സർക്കാരാണ് എന്നൊക്കെ ആദ്യഘട്ടത്തിൽ ഞാനും തെറ്റിദ്ധരിച്ചു പോയിരുന്നു. ഇന്നെന്തായാലും ആ തെറ്റിദ്ധാരണകളൊക്കെ മാറിയിട്ടുണ്ട്. ഡോക്ടർ ഹാരിസിനെ കൊടുക്കാനായിട്ടുള്ള ഒരു നീക്കത്തിലേക്ക് പോവുകയാണോ എന്ന് സാമാന്യ ജനത്തെ പോലെ നോക്കിയിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഇത് സർക്കാരിന്റെ തിരക്കഥയാണോ അതോ ആരോഗ്യമന്ത്രിയുടെ തിരക്കഥയാണോ? ആരാണ് ഈ കഥ എഴുതി സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്? കൃത്യമായ ഒരു സംവിധാനം ഇതിന് പിന്നിലുണ്ട്. അതായത് കൃത്യമായ ഒരു സംവിധായകനോ സംവിധായികയോ ഇതിന് പിന്നിലുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു അപമാനിക്കാൻ നടത്തിയ വാർത്താ സമ്മേളനമാണോ എന്നാരെങ്കിലും ചോദിച്ചാലും തെറ്റ് പറയാൻ കഴിയില്ല. പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുക്കണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് വി ഡി സതീശൻ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു നുള്ളു മണ്ണ് വീഴാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ വിഷയമാണ് ഏറ്റെടുക്കേണ്ടത്. പ്രതിപക്ഷം ഏറ്റവും പ്രാധാന്യത്തോടെ ഏറ്റെടുക്കേണ്ട വിഷയം ഇതാണ്. അതായത് ഒരു അപാകത ചൂണ്ടിക്കാണിച്ച് ഒരാളെ വേട്ടയാടി അയാളെ നിശബ്ദനാക്കി ഇല്ലാതാക്കാനായിട്ടുള്ള ശ്രമമാണോ?